ദൈവം അതിൻ്റെ മധ്യേയുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ഈ ദൈവിക ആലോചനകൾക്ക് ആമേൻ പറയാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ സാധിക്കും? ഇവിടെ പറയുകയാണ്, ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകത്തില്ല. ദൈവം നമ്മുടെ മധ്യയുണ്ടെങ്കിൽ നമ്മൾ കുലുങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രതികൂലം വന്നാലും, കഷ്ടതയുടെ അവസ്ഥയിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വലിയ തരത്തിലുള്ള പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ കൂടെ ആയിരിക്കാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് രോഗമാകട്ടെ, ഭാരമാകട്ടെ, പ്രയാസമാകട്ടെ, ഒരുപക്ഷെ കുടുംബത്തിൻ്റെ തകർച്ചയാകട്ടെ, സാമ്പത്തിക ഞെരുക്കമാകട്ടെ, നിനക്ക് മുന്നോട്ട് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത പ്രതികൂലത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഈ വചനം കേൾക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ദൈവം നിങ്ങളുടെ മധ്യമുണ്ട്. നിങ്ങൾ കുലുങ്ങിപ്പോകത്തില്ല. ദൈവം മധ്യത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ മധ്യത്തിലുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് നിന്നെ കുലുക്കിക്കളയാൻ പറ്റത്തില്ല. നിന്നെ സ്ട്രോങ് ആക്കുന്ന, നിന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് നിങ്ങളുടെ കൂടെ നടക്കുകയാണ്. കുലുങ്ങിപ്പോകാതെ അവിടെ പറയുന്നു, ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. അപ്പോൾ കുലുങ്ങിപ്പോകുന്ന പ്രതിസന്ധിക്കകത്ത് നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുക, ഒന്ന് വിശ്വസിക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക. ഈ ദൂതിനൊന്ന് ആമേൻ പറയുക. ഞാൻ കുലുങ്ങിപ്പോകത്തില്ല, കാരണം എൻ്റെ ദൈവം അധികാലത്ത് എന്നെ സഹായിക്കും. നിനക്കൊരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു തകർച്ചയുടെ സാഹചര്യമൊക്കെ വരുമ്പോൾ അതിനർത്ഥം നീ കുലുങ്ങിപ്പോകുമെന്നല്ല, നീ വീണു പോകുമെന്നല്ല. അതിനകത്തുകൂടെ നിന്നെ പണിത് നല്ലൊരു പൊന്നാക്കുവാൻ, നല്ല ഒരു ഹല്ലേലൂയ, നല്ല കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി ചില കഷ്ടതയ്ക്കകത്തുകൂടെയൊക്കെ നിന്നെ പലപ്പോഴും കടത്തിവിടുകയാണ്. അതിനർത്ഥം ഈ കഷ്ടത കൊണ്ട് നീ ഒരിക്കലും അവസാനിക്കത്തില്ല. ഈ രോഗം കൊണ്ട് നിന്റെ ആയുസ്സത്തിൽ ഇതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു മഹത്വം നിന്നെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും നിന്നോട് അടുത്ത് വരത്തില്ല. കാരണം നീ കുലുങ്ങിപ്പോകത്തില്ല. ദൈവം നിന്റെ മധ്യയുണ്ട്. അതുകൊണ്ട് 1000 പേര് വീണാലും 10,000 പേര് വീണാലും ഹല്ലേലൂയ വീണ് പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് ആത്മാവിൽ പറഞ്ഞ് ദൂതിനെ ഒന്ന് സ്വീകരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇത് അകത്തേക്കൊന്ന് നിങ്ങളുടെ അകത്തേക്ക് ദൂത് കയറുന്നെങ്കിൽ, ഈ വചനം കയറുന്നെങ്കിൽ ഞാൻ പറയാം, ഈ പ്രശ്നത്തിനകത്ത് നിങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങും. ഇന്നലെ വരെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഈ പ്രശ്നം എന്നെ കുലുക്കി കളഞ്ഞു, എൻ്റെ കുടുംബത്തെ തകർത്തു കളഞ്ഞു, എൻ്റെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം ഒരുപക്ഷെ കുലുങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. അടിസ്ഥാനത്തെ പറിച്ചു കളയുന്ന നിലയിലുള്ള പ്രതികൂലമാണ് നിന്റെ ജീവിതത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് രാത്രി പറയണമേ, ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയണമേ, ഞാൻ കുലുങ്ങി പോകത്തില്ല. ഹല്ലേലൂയ. യോവേൽ പ്രവചനത്തിനകത്ത് ഒരു പദമുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിനോട് പറയുന്നു, അതിൻ്റെ മധ്യ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നെന്ന്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ മധ്യത്തിൽ വസിക്കുന്നെന്ന്. ആ ഒരു പദം, ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. കാരണം ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ അവർക്ക് കൂടെ നടന്ന് മുൻപടയായി പിൻപടയായൊക്കെ അവരുടെ കൂടെ നടന്ന് അവരെ പ്രശ്നത്തിനകത്ത്, അവരുടെ പ്രതികൂലത്തിനകത്ത്, തകർന്നു പോകുന്ന സാഹചര്യത്തിനകത്തും അവരെ പുറത്തു കൊണ്ടുവന്നൊരു ദൈവ സാന്നിധ്യം. കുലുങ്ങിപ്പോകാവുന്ന ഒത്തിരി പ്രതികൂലം വരും, പ്രതിസന്ധി വരും. പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുക, ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, ഇതിന് ആമേൻ പറയുക. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ തലമുറകളും പിശാചുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിക്കകത്തും കുലുങ്ങിപ്പോകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. എത്ര പേരിന്ന് ഈ ദൂതിന് ആമേൻ പറയാൻ സാധിക്കുന്നുണ്ട്? എത്ര പേർക്ക് അത് പറ്റുന്നുണ്ട്? ഞാൻ തകർന്നു പോകത്തില്ല. നിങ്ങളുടെ നാവ് കൊണ്ട് അത് നിങ്ങൾ പറയുക. ഏത് പ്രതിസന്ധി നിന്റെ തലയ്ക്ക് മുകളിലൂടെ കടന്നു വന്നാലും, ഏത് പ്രതികൂലം നിന്നെ തകർത്തു കളയാൻ നോക്കിയാലും, ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചിട്ട് പറ, ഞാൻ കുലുങ്ങത്തില്ല. എൻ്റെ കർത്താവ് എന്നെ ഉറപ്പിച്ചിരിക്കുകയാ, എൻ്റെ കർത്താവ് എന്നെ നിർത്തിയിരിക്കുകയാ. ഈ 12ാമത്തെ മാസവും കുലുങ്ങിപ്പോകാതെ നിന്നെ നിർത്തുന്നത് ദൈവം നിന്റെ മധ്യേ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആമേൻ പറയാൻ സാധിക്കുന്നുണ്ട്? ഒന്നുകൂടി ദൂതനൊന്ന് ആമേൻ പറഞ്ഞാട്ടെ. ദൈവം അതിൻ്റെ മധ്യയുണ്ട്, ദൈവം എൻ്റെ മധ്യയുണ്ട്, ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. ദൈവം എൻ്റെ തലമുറകളുടെ മധ്യയുണ്ട്, എൻ്റെ തലമുറ കുലുങ്ങിപ്പോകത്തില്ല. ഏത് രാജ്യത്ത് നിന്റെ തലമുറയായിരുന്നാലും, ഏത് പ്രതിസന്ധിക്കകത്ത്, ഏത് ഹല്ലേലൂയ, ഏത് നിലവാരത്തിനകത്ത് നിന്റെ തലമുറയാണെങ്കിലും, അതിന്
അതിൻ്റെ നടുവിൽ ദൈവമുണ്ടെന്ന് പറ, അതിൻ്റെ മധ്യത്തിൽ ദൈവമുണ്ടെന്ന് പറ. ഹല്ലേലൂയ. ഇന്ന് ഈ ദൂതന് ആമേൻ പറയുന്നെങ്കിൽ നീ കുലുങ്ങിപ്പോകാതെ നിന്നെ അടുത്ത നിലവാരത്തിലേക്ക് കയറ്റുവാൻ, അടുത്തൊരു നിയോഗത്തിലേക്ക് കയറ്റുവാൻ, അടുത്ത ദൈവിക പദ്ധതിക്കകത്തേക്ക് നിന്നെ കയറ്റുവാൻ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്. ഈ ദൂതനെ ആമേൻ പറയുക. ഗോഡ് ബ്ലെസ് യു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.